ഹായ് നമസ്കാരം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാൻ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന കാരണം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്ട് വീഡിയോ എല്ലാം ഇട്ട് നേരത്തെ ഉള്ളതോ ഫുഡൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാന് വീഡിയോ ഒന്നും ഇടാറില്ല. എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ. അത്ഭുതം എന്ന് വെച്ചാൽ നമ്മുടെ റീച്ചിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ വിചാരിക്കും അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് ചില സമയത്ത് പറയാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ അതിന്റെ റീച്ചിലല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ആൻസർ കിട്ടത്തില്ല, എന്താ ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഈ സമയത്ത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സർജറി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെയ്യാം. അപ്പൊ ഞാൻ റിക്കവർ ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ഉള്ള ഒരു ഷോർട്ട് ആയിട്ട് 2-3 വീഡിയോയിലായിട്ട് ഇത് മാറ്റാം, അല്ലെ ഒത്തിരി അങ്ങ് ലോങ് ആയിപ്പോ എല്ലാവർക്കും ബോറടിക്കും കാണുവാണെങ്കിൽ. കാരണം എന്റെ വീഡിയോ ഒന്നും അങ്ങനെ പോകാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാണുവാണെങ്കിലും കാണുന്നവർക്ക് ബോറടിക്കും. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ 1 വർഷത്തിലധികമായി. അപ്പൊ ഈ വീട്ടില് വരുന്ന സമയത്ത് ഞാന് ഓണറുമായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ വേറൊരു അടുത്തായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് താമസിച്ചേ ഉള്ളൂ. താമസിച്ചൊക്കെ കഴിഞ്ഞ് വരാറുണ്ട്. പിന്നെ റെന്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാരും ഓൺലൈനിൽ അടയ്ക്കുമല്ലേ. പിന്നെ മാത്രമല്ല അവരങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ റെന്റ് കൊടുത്ത വീട്ടിലോട്ട് വന്നു കയറി അവരെന്താ ചെയ്യും ഇങ്ങനെ അതായത് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഇങ്ങനെ വരാറുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞ മെസ്സേജോ എല്ലാം അയച്ചു കഴിഞ്ഞാൽ അവര് അത് ക്ലിയർ ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുക ഈ 2 പേര് വന്നു, കതവ് തുറന്ന് ബെല്ലൊക്കെ ആയി. അപ്പൊ ഞാൻ ചെന്ന് കതവ് തുറക്കുമ്പോഴ് ഇവിടുത്തെ ഓണറും അദ്ദേഹത്തിന്റെ അച്ഛനും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, അവൻ പറഞ്ഞു. അപ്പൊ അച്ഛനെ നേരത്തെ മരിച്ചുപോയതാണ്, ഒരു 10 years ഒക്കെ ആയെന്ന് തോന്നുന്നു മരിച്ചുപോയത് ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പക്ഷേ കഥമൊക്കെ തുറന്ന് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ ഹൗസ് ഓണർ എനിക്ക് എന്നേരം മനസ്സിലാവുകയും ചെയ്തു. ശരി അദ്ദേഹമാണ് എന്ന് മനസ്സിലാവുക. അപ്പൊ അവര് വന്നു, റൂമിനകത്തൊക്കെ കയറി നോക്കി, എല്ലാം ഒന്ന് നോക്കി വെച്ച് 2 പേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഞാൻ കഥ അടച്ചു. ചായ വേണമെന്നൊക്കെ ചോദിച്ചപ്പോ ഒന്നും വേണ്ട. മാത്രമല്ല ഈ റൂമിലൊന്നും വന്നില്ല, കാരണം ഇവര് പിള്ളേർ ഇതിനകത്ത് ഇരിക്കുന്ന കാരണം ഞാൻ റൂം അടച്ചിട്ട് അപ്പൊ അതൊന്നും തുറന്ന് കാണണമെന്നൊന്നും പറഞ്ഞില്ല. അവർ ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് ഇറങ്ങിപ്പോയി. അപ്പോ ചായ ഒന്നും വേണ്ട, സന്തോഷമായിട്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ കഥ അടച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞൊന്ന് ഭിത്തിക്കോട്ട് നോക്കുമ്പോഴ് ഈ പയ്യന്റെ ഒരു പയ്യനാണ് കേട്ടോ. അതായത് ഒരു പയ്യനായിട്ട് 40 വയസ്സ് പിന്നെ അകത്ത് വരും. 35, 40 അല്ലെങ്കിൽ 45 അപ്പുറം പോകത്തില്ല, അങ്ങനത്തെ ഒരു പയ്യന്. അപ്പൊ ഈ മോന്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവരെന്തിനും ഈ ഫോട്ടോ ഇവിടെ വെച്ചിട്ട് പോയത്. ഫോട്ടോ അവരുടെ വീടല്ലേ, അവരുടെ വീട്ടില് ഫോട്ടോ ഒന്ന് വെച്ച് കാണാം, നമുക്ക് എന്തോ വേണം, അതിന് ഫോട്ടോ അല്ലേ. അവരുടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ച് ഇരിപ്പുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ടേബിൾ ആയാലും ചെയർ ആയാലും അങ്ങനെ ഒത്തിരി സാധനം, ഫോട്ടോ ഇല്ലയോ അതവിടെ ഇരിക്കട്ടെന്ന് വെച്ചിട്ട് നമ്മള് പോന്നു. ഞാൻ പോയി വൈകുന്നേരം മോള് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാനൊരു സ്വപ്നം കണ്ട്. രാവിലെ സമയം കിട്ടില്ല, അന്നേരം വൈകിട്ടായപ്പോ സ്വപ്നം കണ്ട് അച്ഛനും മോനും കൂടെ ഇവിടെ വന്ന് എല്ലാം നോക്കി വെച്ചപ്പോ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഉണ്ട് ഒരു ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ശരി ഫോട്ടോ വെച്ചു. അങ്ങനെ കഴിഞ്ഞ് അതങ്ങ് പോയി. അന്ന് എന്റെ കാലിന്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സർജറിയുടെ ഒരു സമയമാണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. അപ്പൊ കാലിന്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഒരു ഞായറാഴ്ച ആയപ്പോ എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഭയങ്കര മഴ പെയ്യുക, 4 മണിയായപ്പോ ചായയൊക്കെ ഇട്ട് കുടിച്ചോണ്ട് അവരുടെ ഡൈനിങ് ടേബിൾ ചെയറും ഒക്കെ ഇവരുടെ തന്നെ. ഞങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ അവിടെ ഇരിക്കുന്നു. ഉടനെ മഴ എന്ന് പറഞ്ഞാൽ നല്ല മുട്ടം മഴ. അങ്ങനെ ഇരുന്നപ്പോ എന്റെ മേത്തെല്ലാം വെള്ളം വീഴുക. ഞാൻ പറഞ്ഞു ഇന്റെ ആരാ എവിടുന്ന ഈ വെള്ളം വീഴുന്നത്, പെട്ടെന്ന് എഴുന്നേറ്റ് മാറാനും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോ ഈ കോൺക്രീറ്റ് മേളിലത്തെ ടെറസിൽ നിന്ന് വെള്ളം വീണോണ്ടിരിക്കുക താഴോട്ട്. ഒരു ചെറിയ വെള്ളം വീഴ്ചയല്ല, ഭയങ്കരമായിട്ട് വെള്ളം വീഴും. അപ്പോ നമ്മൾ പറഞ്ഞു അയ്യോ ദൈവം ഇവിടെ എല്ലാം വെള്ളം വീഴുന്നു എന്ന് വെച്ചിട്ട് ഒരു ഉടനെ ഓടിച്ചെന്ന് ഒരു ബോട്ട് ഈ ചരുവൊക്കെ എടുത്തോണ്ട് വന്ന് അവിടെ വെച്ച് കുടയൊക്കെ നിവർത്ത് വെച്ച് അതുപോലെ വെള്ളം വീഴുക, ഫുള്ള് മൊത്തം വെള്ളമായി. അപ്പൊ മഴ പിന്നെ മാറി നമ്മൾ വെള്ളം എല്ലാം മാറ്റി തുടച്ചെല്ലാം കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവരെ നമുക്ക് അറിയിക്കണ്ടേ, അവര് ഈ ചോർച്ചയൊക്കെ വന്നതല്ലയോ, അറിയിച്ചു കഴിയുമ്പോ അവർക്ക് എന്തെങ്കിലും ചെയ്യാലോ, എന്നാൽ ശരിയല്ലല്ലോ നമുക്ക്.
എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചു. അന്നൊരു ഞായറാഴ്ചയാണ്, ഒരിക്കലും മറക്കത്തില്ല. ഞായറാഴ്ചയാണ് അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം മെസ്സേജ് പിന്നെ ഓഫീസിൽ പോയില്ലേ, തിങ്കളാഴ്ച എല്ലാം പോവാണ്. അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് മറുപടിയില്ല. മറ്റേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ പിറ്റേ ദിവസം തന്നെ അവർ മറുപടി അയക്കും, അല്ലെ കിട്ടുന്ന ആ സമയത്ത് മറുപടി അയക്കും. അന്നേരം ആ മെസ്സേജ് അയച്ച് മറുപടി കിട്ടുന്നില്ല, തിങ്കളാഴ്ച ഇല്ല, ചൊവ്വാഴ്ച ഇല്ല, ബുധനാഴ്ച ഇല്ല. അങ്ങനെ ആയപ്പോഴും ശരിയാ മറന്നു പോയതായിരിക്കും, അല്ലെ വരുമായിരിക്കും, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ടു. അങ്ങനെ വന്നു വ്യാഴാഴ്ചയായി. വ്യാഴാഴ്ച ആ ദിവസം ആയപ്പോഴ് വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അമ്മ ഒരു കാര്യമുണ്ട്, അമ്മ ഒന്നും തോന്നരുത്, വിഷമിക്കുകയൊന്നും ചെയ്തു. ഞാൻ വിചാരിച്ചു എന്തുവാ വിഷമിക്കുകയും ചെയ്തു, ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണ്. ഞാൻ പറഞ്ഞു, അയ്യോ മോനെ വിഷമമൊന്നും ഇല്ല, നമുക്ക് ജോലിയില്ല പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാം, അതുവരെ നമുക്ക് എത്രയോ പ്രാവശ്യം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, അത് വിഷമിക്കണ്ട, എനിക്ക് വിഷമമൊന്നുമില്ല, നമുക്ക് അതുപോലെ അങ്ങ് ഇരിക്കാം, അത്രയല്ല അവള്, അത് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ അതൊന്നും അല്ല, വേറൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചു, അയ്യോ ഇനി എന്തു അപ്പൊ വേറൊരു കാര്യം? പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിഷമമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, പെട്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഇവിടുത്തെ നമ്മുടെ ഹൗസ് ഓണർ ഉണ്ടല്ലോ, അദ്ദേഹം മരിച്ചു പോയത്. ഞാനങ്ങ് പേടിച്ചു കേട്ടോ. പേടിച്ചെന്ന് പറഞ്ഞാല് എനിക്ക് എമോഷൻ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോട്ടോ വെച്ചിട്ട് പോന്നു. അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അപ്പൊ അതാണ് അവരിങ്ങനെ കാണിച്ചതില്ലേ, മഴ പെയ്തപ്പോ ഇതിങ്ങനെ വന്നതും അതുകൊണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ശരി പിന്നെ എന്ത് ചെയ്യാൻ, അതുകൊണ്ടാണ് അവർ മെസ്സേജ് അയക്കാൻ. ഇതിപ്പോ അവരുടെ റിലേറ്റീവ്സ് ആരണ്ട, അത് വൈഫായിരിക്കും കേട്ടോ, വൈഫാന്ന് തോന്നുന്നു. പുള്ളിക്കാരി ആ സമയത്ത് ഇതുപോലെ ഒരു മൈൻഡ് ആയിരിക്കത്തില്ലല്ലോ മെസ്സേജ് അയക്കി ഇൻഫോം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതാണ് സംഭവം. അപ്പോ ഈ ഒരു കാര്യം പിന്നെ ഇന്ന് വരെ ഇതിപ്പോ നല്ല വെയിൽ, അതിന് മുൻപും ഭയങ്കരമായ മഴകൾ പെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ നല്ല മഴ. പക്ഷെ ഇന്നേ ദിവസം വരെ ഒരു തുള്ളി വെള്ളം ഇവിടെ, ഒരു സ്റ്റെയിൻ പോലും ആ മോളിൽ വന്നിട്ടില്ല. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതൊരു അത്ഭുതം. ഇനിയിപ്പം അതിനെന്താ പറയുന്ന വെച്ചാൽ നമുക്ക് സയന്റിഫിക് ആയിട്ടൊന്നും പറയുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പം ആ ചോർച്ച അങ്ങ് മാറിക്കാണാം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അവിടെ ആരും റിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം ഈ സ്വപ്നത്തിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നല്ല അവര് പറയുന്നത്, ജസ്റ്റ് കണ്ടേച്ച് പോകുന്നു. ഇതൊക്കെ കണക്റ്റഡ് ആണ്, ഒരു സൈൻ തരുവാണ് നമുക്ക്, പക്ഷെ നമ്മൾ അറിയുന്നുമില്ല. അപ്പൊ ഈ ഒരു കാര്യത്തിന് എന്ത് ക്യാപ്ഷൻ ഈ വീഡിയോയ്ക്ക് ഇടണമെന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം മരിച്ചു പോയ ഒരാള് നമ്മൾ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രസൻസ് കാണുവാണെങ്കിൽ നമുക്ക് അതൊരു ഗോസ്റ്റ് കാര്യം എന്നൊക്കെ പറയാം. ഇത് അങ്ങനെയല്ല. ഈ കുറെ സയൻസ് നമുക്ക് തരുന്നു, എന്നിട്ട് ഇവര് മരിച്ചു പോകുന്നു. അത് ഇതേവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതൊരു കാര്യം എനിക്ക് ഇപ്പം പറയണമെന്ന് തോന്നാൻ കാരണം, നമ്മളുടെ മനസ്സിൽ അല്ലെ സ്വപ്നങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വപ്നങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാറുണ്ട്. എന്നെ സംബന്ധിച്ചുള്ളതാണ് കേട്ടോ, അല്ലാതെ മറ്റു പൊതുവെ ആൾക്കാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപൂർവമായിട്ട് ചിലപ്പം കണക്ട് ആയിട്ട് റിലേഷൻ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ കുറിച്ച് കാണാറുണ്ട്. എല്ലാം നമ്മുടെ റിലേഷൻസ്, കൂട്ടുകാരെ കുറിച്ച് ഒക്കെയുള്ള വീഡിയോസ് സ്വപ്നങ്ങളാണ് കാണാറ്. പക്ഷെ ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. അപ്പൊ എനിക്ക് അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് ഇൻസിഡന്റ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അപ്പൊ ഈ ഒരു കുഞ്ഞു കാര്യങ്ങൾ പറയാനുള്ള വീഡിയോ ആണ്. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ എന്റെ ലൈഫിലുണ്ടായ, ഞാൻ പ്രേതത്തിലോ ഭൂതത്തിലോ ഒന്നിലോ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ആകെ ഭയമുള്ളത് മനുഷ്യനെ മാത്രമാണ്. മരിച്ചുപോയ ഒരാളെ എനിക്ക് ഭയമില്ല. ബട്ട് ശരി, നമുക്ക് വിഷമമുണ്ട്. നമ്മൾക്ക് അറിയുന്ന ഒരാൾ മരിച്ചാൽ, അറിയാൻ വയ്യാത്ത ഒരാൾ മരിച്ചാൽ പോലും നമുക്ക് വിഷമമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പ്രേതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ ഒന്നുമല്ല ഞാൻ. ബട്ട് ഞാൻ നല്ല ദൈവവിശ്വാസി, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ അതിനും സാക്ഷിയുണ്ട്. ഇതിപ്പോ ഞാൻ ആ സമയത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ആ സ്വപ്നം ഞാൻ ഈ മരണം കഴിഞ്ഞാണ് പറയുന്നതെങ്കിൽ ശരിയാ, ഞാൻ കള്ളം പറയത്തില്ല, അത് മോൾക്കറിയാം. പക്ഷെങ്കില് ചുമ്മാ പറഞ്ഞാണെന്നൊരു തോന്നലെങ്കിലും ഉണ്ടായാലോ. പക്ഷെ അത് സമയത്ത് എനിക്ക് പറയാൻ പറ്റിയത് കൊണ്ട് ഒട്ടും മാറ്റാൻ പറ്റിയില്ല കാര്യങ്ങൾ.
അതുപോലെ തന്നെ ഈ കാര്യത്തിനും സാക്ഷിയുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും കള്ളമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അതേക്കുറിച്ച് പറയാം. അപ്പൊ ഞാന് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്നില്ല, ഇത്രയധികം സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല, നല്ല പെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ വീഡിയോകളൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.